ഈ വീഡിയോ ഇഗ്നോയുടെ MCA സെക്കൻഡ് സെമസ്റ്ററിലെ OOAD MCSL 222 വെബ് ടെക്നോളജിയിലെ രണ്ടാമത്തെ സെക്ഷനിൽ വന്ന വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ലാബ് കോൺഫിഗറേഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് നമുക്കിവിടെ രണ്ട് GUI ടൂൾസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് നെറ്റ്ബീൻസ്, അതല്ല എങ്കിൽ IDE ആയിട്ടുള്ള എക്ലിപ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള നെറ്റ്ബീൻസ് ആണ്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ടോംകേറ്റ് അപ്പാച്ചിയുടെ ടോംകേറ്റും പിന്നെ അതിനുശേഷം ജാവയുടെ JDKയും നമുക്ക് ഈ പ്രോജക്റ്റ് ഇഗ്നോയിലത്തേക്ക് ആവശ്യമായിട്ട് MySQL ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ MySQLൻ്റെ ഒരു വർക്ക് ബെഞ്ചും കൂടെയാണ് നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ഓരോ ടൂൾസും നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാളിങ് ചെയ്യുന്നതെന്ന് മുതൽ ഡൗൺലോഡ് ചെയ്യുന്നത് മുതൽ ഇൻസ്റ്റാളിങ് ഒരു സെക്ഷനാണ് ഇതിൻ്റെ അത് കവർ ചെയ്യണത്. ഞാനിത് ഫസ്റ്റ് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ടോംകേറ്റ് സൈറ്റ് എടുക്കുക. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് EXE ഫയലോ MSI ഫയലോ ഇട്ടിട്ട് ഇത് നമ്മളെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അടുത്ത നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ജാവ JDK ആണ്. ജാവ JDK എന്ന് ടൈപ്പ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് കിട്ടും. അത് വിൻഡോസ് ഏത് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നമുക്ക് ആവശ്യം അത് സെലക്ട് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ X64 ആണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ഒരു പാരലി ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്ത എനിക്ക് ആവശ്യം MySQL ആണ്. ഓക്കെ, ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് അടുത്ത ആവശ്യം MySQL ആയിരുന്നു. MySQL എടുത്തു. നമുക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഫ്രീ വെർഷനാണ് എടുക്കുന്നത്. ഓക്കെ, എനിക്കിത് ഒറാക്കിളിൻ്റെ സൈറ്റിലോട്ട് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഞാൻ നോക്കട്ടെ. നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് കമ്മ്യൂണിറ്റി വേർഷൻ എടുക്കാം. കമ്മ്യൂണിറ്റി വേർഷൻ്റെ അകത്ത് നിന്ന് ഞാനിതിപ്പോൾ എല്ലാം കൂടെയുള്ള ഫുൾ പാക്കാണ് എടുക്കുന്നത്. ഓപ്പറേറ്റീവ് സെലക്ട് ചെയ്തു, ലേറ്റസ്റ്റ് വേർഷൻ ആക്കി. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതും ഡൗൺലോഡ് ആവട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്തെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാളിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഓരോന്ന് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു എറർ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓക്കെ, ഇത് ജാവയാണ് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണത്. നമുക്കറിയാം നമ്മൾ സ്ഥിരമായിട്ട് ജാവ ഉപയോഗിക്കണോണ്ട് തന്നെ നെക്സ്റ്റ് അടിച്ച് ചെയ്യുക. അടുത്ത എന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യണത് MySQL ആണ്. MySQL നമുക്കറിയാം അത് എല്ലാം നെക്സ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. സിസ്റ്റം ഒന്ന് കുറച്ച് സ്ലോ ആണ്. നെക്സ്റ്റ് നമുക്കറിയാം 3306 പോർട്ടിലാണ് ഇത് വർക്കാവുന്നത്. നമുക്ക് ഏത് ടൈപ്പ് വേണോ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിനെ
ഒന്നുകിൽ ഡെവലപ്പർ മോഡിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ സെർവറിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. നമുക്കൊരു പാസ്വേഡ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് പാസ്വേഡാണ്, പാസ്വേഡ് എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യണത്. ഒരിക്കൽ കൂടി റീ എൻ്റർ ചെയ്യുക. ഓക്കെ, വീക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ടോം കേറ്റ് ആണ്. എൻ്റെ ഡബിൾ മോണിറ്റർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അപ്പുറത്തെ സ്ക്രീനിലോട്ട് പോകാൻ ഞാൻ അതിലോട്ട് എടുത്ത് നെക്സ്റ്റ് അടിച്ചു, നെക്സ്റ്റ് അടിച്ചു, ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാനിവിടെ യൂസർ നെയിമും പാസ്വേഡ് അഡ്മിനായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഞാൻ പഠിക്കുന്ന കോളേജിൽ നമുക്ക് എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം അഡ്മിനാണ് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് യൂസർ നെയിമും പാസ്വേഡ് ഞാൻ അഡ്മിനായിട്ട് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് MySQL നോക്കി, അതും കഴിഞ്ഞു. ഇവിടെയും ഇത് ഫിനിഷായി. ഇതിൻ്റെ പോർട്ട് നമ്പർ നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പാച്ചി റൺ ആവുന്നതിൻ്റെ പോർട്ട് നമ്പർ നമ്മളത് അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്ത് നോക്കും. നെറ്റ് ബീൻസ് ആണ് ഇനി നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. അതൊന്നുകൂടെ നെക്സ്റ്റ് അടിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.